നേരിൻ്റെ മാർഗമാണ് പത്രപ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന പഴയകാല പത്രപ്രവർത്തകനാണ് ശ്രീ യദുകുലകുമാർ. മുഖ്യധാരാ പത്രങ്ങൾ പലപ്പോഴും കാണാതെ പോയ വാർത്തകളെ സാമൂഹ്യ പ്രശ്നങ്ങളാക്കി മാറ്റിയ ശ്രീ യദുകുലകുമാർ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് പത്രപ്രവർത്തനാകുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. ആയിരത്തി 1960-കളിൽ കൗമുദി പത്രത്തിലൂടെയാണ് താങ്കളുടെ പത്രപ്രവർത്തനം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇൻ്റർവ്യൂ ആരംഭിക്കാം. അന്ന് കൗമുദി ദിനപത്രം എന്ന ഒരു ഭയങ്കരമായ ഉച്ചപ്പാടുണ്ടാക്കിയ ഒരു പത്രമല്ല, സംഭവമായിരുന്നു. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയവും പത്രപ്രവർത്തനവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുള്ള കാലമാണ്. ഇപ്പോൾ ദേശീയബോധം രണ്ടുപേർക്കും ഉള്ള സമയമാണ്. അങ്ങനെ എൻ്റെ നാട്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ ആദ്യകാലം തൊട്ട് ദിവാൻ ഭരണത്തിനെതിരായിട്ടൊക്കെ ഇത് ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടുകളും മർദ്ദനവും അഞ്ചുതെങ്ങിലും ഒളിവിലും ഒക്കെ ആയി. പിന്നെ അദ്ദേഹം പത്രപ്രവർത്തനോട് അതിലോട്ട് മാറുകയായിരുന്നു. അന്ന് കെ ബാലകൃഷ്ണനും കൈനികര പെൺമനാവുള്ള അവരുടെ നേതൃത്വത്തിലാണ് ഈ കൗമുദി ദിനപത്രം ഈ ഒരു ഭാഗ്യമായിട്ട് ശ്രീകണ്ഠൻ നായരൊക്കെ RSPയുടെ ഇതായിട്ടൊക്കെ തുടങ്ങുന്നത്. അപ്പം ഭയങ്കര പ്രഗത്ഭന്മാരുടെ ഒരു ടീമാണെന്നുള്ളത്. പ്രസിദ്ധനായ CN ശ്രീകണ്ഠൻ നായർ, പിന്നെ വിജയരാഘവൻ, ഇവരൊക്കെ തന്നെ രാഷ്ട്രീയത്തിലുമൊക്കെ നിന്നവരാണ്. അപ്പം അന്ന് ഇതിൻ്റെ പിന്നാലെ പോവുക, ജയ വിളിക്കുക, സിന്ദാബാദ് വിളിക്കുക, അങ്ങനെ ഈ കൊച്ചു കാലത്തിലേ ഞാൻ തുടങ്ങി. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സിൽ തന്നെ കതറ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി ആ ജാഥയിലൊക്കെ ഏറ്റവും ചെറുതാണ്. അങ്ങനെ വേണമെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര പെൻഷനൊക്കെ എനിക്ക് ചോദിക്കും. വളരെ കൊച്ചുകുട്ടിയായിരിക്കും. അത് ഫോളോ ചെയ്ത് നേരെ കോളേജിൽ നിന്ന് നേരെ ലാ കോളേജിൽ ഒരു കൊല്ലം പോയി, പഴയ FL. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൗമുദിയിൽ പോവുക. കൗമുദിയിൽ ഇപ്പോൾ ഇവിടെ നടന്ന ഒരു ട്രബിൾ മേക്കറായിട്ട് മാറരുതെന്ന് ചേട്ടനും തോന്നി കാണുമെന്ന് തോന്നുന്നു, വീട്ടിലും തോന്നി കാണും. ചുമ്മാ വഴക്കും വെള്ളവും അതൊക്കെ അങ്ങനെ തന്നെ കൗമുദി കൊണ്ട് പിടിച്ചിരുത്തുക. പത്രപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി? ഒരു സംശയമില്ല, എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല, സാക്ഷാൽ കെ ബാലകൃഷ്ണൻ. അതൊരു നമ്മൾ ജീനിയസ് എന്നൊക്കെ പറയണമെന്നല്ല, ആ ഒരു നമ്മൾ കേട്ടിട്ടുള്ള അഹങ്കാരിയായ കെ ബാലകൃഷ്ണനല്ല. ആ മനുഷ്യൻ നമ്മളെ ഈ ഇത് പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ പറയില്ലേ, എൻ്റെ ഈ മാനസികമായിട്ടൊക്കെ ടൈം വീക്കിലി, ഈ ന്യൂയോർക്ക് ടൈംസ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ പത്രങ്ങളുടെ ബാക്ക് നമ്പേഴ്സൊക്കെ അമേരിക്കൻ എംബസി മദ്രാസിൽ നിന്ന് ഇവിടെ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് വായിച്ചിരിക്കണമെന്നാണ്. ചിലതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഈ എല്ലാ കാലത്തും അങ്ങനെ അദ്ദേഹം ഒരു ബോർഡറോ ഒരു ഭിത്തിയോ വയ്ക്കില്ല ഇന്ന ആളിന്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ ഗാന്ധിജിയെ പറ്റി നമ്മളൊന്ന് സ്ലൈറ്റ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് ആ മനുഷ്യൻ്റെ മുമ്പ് പറയാൻ പറ്റത്തില്ല. പണ്ഡിറ്റ് നെഹ്റുവിനെ പറയാനാക്കില്ല. അദ്ദേഹം വന്ന് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന സമയത്തിലും ദേശീയ നേതാക്കന്മാരെ ചെറുതായിട്ട് പറയാനാക്കില്ല. പോപ്പ് പോൾ രണ്ടാമനെ കൊച്ചാക്കി പറയാനാക്കില്ല, ക്രൈസ്റ്റിനെ പറയാനാക്കില്ല. അങ്ങനെ ഭയങ്കരമായ ഒരു എന്താ പറയാൻ, അദ്ദേഹത്തിൻ്റെ വോളിയം ഇതെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അസാധാരണ ശബ്ദം, അസാധാരണമായ ഒരു മ്യൂസിക്കൽ സൗണ്ട്. എൻ്റെ അല്ല, അന്നൊരു തലമുറയെ മുഴുവൻ കേരളം ഒട്ടുക്ക് ആകർഷിച്ച കൗമുദി വാരികയും കെ ബാലകൃഷ്ണൻ തന്നെയാണ്. അത് ഞാൻ അഭിമാനത്തോടെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കൗമുദി പത്രം നിന്നതിന് ശേഷം താങ്കൾ കേരള കൗമുദിയിലേക്കാണ്. അതെ, അതിനിടയ്ക്ക് കൗമുദി പൂട്ടിയപ്പോൾ കൗമുദി ഒരു ഇന്നവേറ്റബിളായി അത് പൂട്ടുകയായിരുന്നു. അപ്പം ഇത്രയും പ്രഗത്ഭന്മാരൊക്കെ ഉണ്ടായിട്ടും ഈ സർക്കുലേഷൻ ബിൽഡപ്പ് ചെയ്യാതെയും ഈ പോത്തനൊക്കെ വന്നത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ എൻ്റെ തർക്കങ്ങളൊക്കെ നടന്നിട്ട് ഇത് പൂട്ടിയപ്പോഴേ ഞാൻ നേരെ ബോംബെയിൽ എൻ്റെ ഫ്രണ്ട് ഇപ്പോഴൊക്കെ ഉള്ള സിനിമയിലെ TP മാധവനൊക്കെ വിളിച്ച് ഞങ്ങളൊന്നിച്ച് പഠിച്ചു. അവിടെയൊക്കെ പോയി അങ്ങനെ ബോംബെയിൽ കുറേ കാലം. അപ്പോൾ ഈ വായന, സിനിമ, അന്ന് ശ്രീകുമാറിലൊക്കെ 2 ദിവസം സിനിമ വരുന്നു. അപ്പോൾ സ്ട്രീറ്റ് കാറിനും ഡിസയറൊക്കെ മാർലൻ ബ്രാൻഡോടൊക്കെ ഞാനും എൻ്റെ 2 ചേട്ടന്മാരും ഉൾപ്പെടെ 13 പേരൊക്കെയാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിടന്നു. അപ്പോൾ
അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ സമയം സ്പെയർ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അവിടെ ഒന്ന് പിന്നെ ഇയാളുടെ നൈഫ് ഇൻ ദ വാട്ടർ പൊളനാസ്കിയുടെ, അതുപോലെ പിന്നെ ഇവാൻ സ്റ്റേൽവുഡ് ടർജനുവിൻ്റെ, അതുപോലെ മഹാനഗർ റേഡ്, അതിൻ്റെയൊക്കെ ആദ്യം പിന്നെ റിവ്യൂ എടുക്കാൻ അന്ന് കോഴിക്കോടനും സിനിക്കൊക്കെയാണെന്ന് ഇത് നമുക്കങ്ങനെ പ്രൊഫഷണലി സിനിമയുടേതായിട്ട് ബന്ധമില്ലേ, കണ്ട് താല്പര്യം, വായിക്കാനുള്ള താല്പര്യം, അങ്ങനെ അതൊക്കെ ഇത് ചെയ്തു. സാക്ഷാൽ പങ്കജ് മല്ലിക്കിൻ്റെ ഞാൻ നേരിട്ട് കേട്ടു. എൻ്റെ ഭയങ്കര ഹീറോ ഇതാണ് സൈകാളം പങ്കജൻ. അദ്ദേഹത്തിൻ്റെ ഗുസർ ഗയാ ആസമാന കേസ, അത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. എൻ്റെ ജീവിതത്തിലൊക്കെയുള്ള ഇങ്ങനെയൊക്കെ ഒരു പിന്നെ പത്രത്തിൽ വേർപെട്ട് പോയെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സുഖകരമായ അനുഭവമുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ട് അമ്മയുടെ കത്ത് വരുമ്പം കയറ്റി പോയി ചെന്നിരുന്നിട്ട് മോങ്ങുക, തോർത്ത് കൊണ്ടുപോകുക. ഈ സങ്കടത്തിനിടയിലുമൊക്കെ ഇത്തരം ഞാൻ പറഞ്ഞില്ലേ ഈ 3 റിവ്യൂ എഴുതിയ ഇങ്ങനെയുള്ള കുറച്ച് കൊച്ചു കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് മദ്രാസിൽ വന്ന് അവിടെ പിന്നെ അഡ്വർടൈസിങ്ങിൻ്റെ ഇന്ത്യൻ ബിസിനസിൻ്റെ കുറേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേരളമതിയിലോട്ട് പിന്നെ ഒരു വേക്കൻസി വന്നിട്ട് അന്ന് ചേട്ടൻ കേരളമതി ജോയിൻ ചെയ്തു. ദീർഘകാലം ഏകദേശം 25 വർഷം ആണ് 25 കൊല്ലത്തിൽ കൂടുതൽ കേരളമതി വന്നു. അപ്പോൾ കേരളമതി വന്നതിന് ശേഷം പിന്നെ സീരിയസ് ആയ പത്രപ്രവർത്തനമാണ്, ഈ കളിതമാശൊന്നുമില്ല. പിന്നെ കൗമുദി പോലെ ഒരു ഫ്രീഡമൊന്നും ഇല്ലെങ്കിലും പിന്നെ പത്രാതിരം എന്ന് പറയണത്, ഒരു സുകുമാരൻ എന്ന് പറയണത്, അദ്ദേഹം അവസാനമൊക്കെ സമരകാലമൊക്കെ ഒന്ന് നമ്മൾ ഇത് ചെയ്തെങ്കിലും അദ്ദേഹത്തിനെ എപ്പോഴും എക്കാലവും എനിക്ക് ആർക്കും അങ്ങനെ ബഹുമാനിക്കുകയുള്ളൂ. പത്രപ്രവർത്തനത്തിന് വേണ്ടി ജനിച്ച ആളാണ്. ഞങ്ങളെപ്പോഴും പറയും തെറ്റിൻ്റെ അവിടെയാണ് ചൂണ്ടുന്നത്. പത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം കൈ കൊണ്ട് തൊടുന്നത് തെറ്റ് വന്നിടമാണ്. അതൊക്കെ ഒരു അത്ഭുതമായിട്ടൊരു ഒരു ഒരു മാജിക്കാണ്. അപ്പോൾ അങ്ങനെ അവിടെ വന്നിട്ട് പല നിയോഗങ്ങളും എനിക്ക് വന്നു. അപ്പോൾ സ്പോർട്സിന് താല്പര്യം വന്ന്, സ്പോർട്സ് എവിടെ കേരളത്തിൽ വന്നാലും പോകണം, പുറത്ത് വന്നാലും അങ്ങനെയുള്ള, അതുപോലെ ഈ പുൽപ്പള്ളിയുടെ പിന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് നിർബന്ധമായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഫസ്റ്റിൽ അയക്കണ ഒരാളായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ്. അങ്ങനെ ആണ് ഈ സ്പോർട്സ് സീരിയസ് ആയിട്ട്, അന്ന് ഈ സ്പോർട്സ് പിന്നെ വളരെ സീരിയസ് ആയിട്ടും ഒന്നും പിന്നെ റിപ്പോർട്ട് ചെയ്യില്ല. റിപ്പോർട്ടിംഗ് രീതി തന്നെ മോശപ്പെട്ട രീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ പലപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ആർക്കിൻസ്റ്റാളും കൃഷ്ണനും കളിക്കുമ്പോൾ പിന്നെ ബാള് ടെന്നീസാണ്, ചന്ദനെ ചുംബിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യണ കാലമാണ്. അന്ന് ടെന്നീസിൽ പന്ത് പൊങ്ങിപ്പോയാൽ എന്തായിരിക്കും ഗതി? അതിനൊരു മാറ്റം വരുത്തണമെന്നുള്ളത് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളാലാവണത്. അന്ന് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ബാക്ക് നമ്പേഴ്സ് വരണത് നമുക്ക് അങ്ങനെ നെഹ്റു കപ്പ് പോയപ്പോൾ പിന്നെ എറണാകുളത്തൊക്കെ ചെല്ലുമ്പോൾ ബാക്ക് നമ്പേഴ്സ് ഒന്നും നടക്കും. അന്ന് വേൾഡ് ഫേമസ് ഒരു കമൻറ്റേറ്ററും ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെ ജെഫ്രി ഗ്രീനൊക്കെ. അപ്പം ജെഫ്രി ഗ്രീൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ്സ് നോട്ട് ഈസി ടു ഫോളോ ഹിം ഓർ ഇമിറ്റേറ്റ് ഹിം, ഓൺലി പിന്നെ വി ക്യാൻ എ പി ചെയ്യാനല്ലാതെ ഫോളോ ചെയ്യാൻ നോക്കില്ല. പക്ഷേ അത് ഞാൻ ക്ഷമിച്ചതിന് എനിക്ക് കുറേ പ്രയോജനം ഉണ്ടായെന്നുള്ളതാണ്. ഇത് ഞാനത് പഠിക്കുമ്പോൾ അപാര റിപ്പോർട്ടാണ്. ഈ ജൂലിയ റിമയൊക്കെ 66 ബ്രിട്ടൻ എടുക്കുമ്പോൾ ഇദ്ദേഹം ജൂലിയ റിമയാണോ രാജ്ഞിയുടെ കണ്ണിൽ വന്ന ഒരു തുള്ളി കണ്ണീരാണ്. അപ്പോൾ ഇവർ പോളിഷ് ചെയ്ത് ഇങ്ങനെ കോപ്പീസ് ഇറക്കിക്കൊണ്ടിരിക്കും ലണ്ടനിൽ. അപ്പോൾ അതിൽ വീണു. അതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര പൊതുവെ പറഞ്ഞ ഒരു സ്റ്റൈൽ റിപ്പോർട്ടിങ്ങാണ്. ഹിന്ദു എക്സ്പ്രസ് വരെ ആളുകൾ ഫോളോ ചെയ്യുള്ളൂ റിപ്പോർട്ടേഴ്സ്. അത് വിട്ടുപോയി പിന്നെ കുറേ കൂടി ഒരു ഇതാക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അത് കുറേയൊക്കെ വിജയിച്ചു എന്നും എനിക്കറിയാം. കായികം പ്രത്യേക പേജ് അത് ഇവിടെ വന്നിട്ട് അന്ന് അസംബ്ലിയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു പിന്നെ അങ്ങ് കയറും, എല്ലാ മാറ്ററുകളും തട്ടിക്കൊണ്ട് അങ്ങ് പോകും. അത്ര എക്സോസ്റ്റ് ഇതായിട്ടാണ് അന്ന് പിന്നെ അസംബ്ലി കയറുകയാണ്. അന്ന് എൻ്റെ നിർബന്ധം കൊണ്ട് അവസാനം ഒരു ടൈറ്റിൽ പോലെ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു കാളം ഇപ്പം അദ്ദേഹം ഇല്ല, MS മണി, അദ്ദേഹം ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി തന്ന് അങ്ങനെയാണ് സീരിയസ് ആയിട്ട് കേരളമതിയിൽ ഒരു സ്പോർട്സിൻ്റെ തുടങ്ങുന്നത്. താങ്കൾ ഏറെക്കാലം എഡിറ്റോറിയലായിരുന്നു, എഡിറ്റർ ഡെസ്ക് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ അക്കാലവും പിന്നെ റിപ്പോർട്ടിങ് രണ്ടും ഏതാണ്? എഡിറ്റോറിയലാണോ ശരിക്കും? എനിക്ക് ഇഷ്ടം എഡിറ്റോറിയലാണ്, ഒരു സംശയമില്ലാതെ. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബീറ്റ് ചെയ്യുകയോ ഇത് റിപ്പോർട്ട് ഇതിനെ അവിടെ ഇരുന്ന് ഇത് വഹിക്കുക, കുറേ സംസാരിക്കുക, കുറേ
പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, പിന്നെ റിപ്പോർട്ട് ചെയ്ത് മറ്റേ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ കാണുക, റിപ്പോർട്ട് ചെയ്യുക, പോവുക, അതിൻ്റെ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ പിന്നെ അവിടെ ഒരു സമരം ഉണ്ടായി. പിന്നെ അന്ന് പി കെ ബാലകൃഷ്ണൻ വലിയ സാഹിത്യ, അദ്ദേഹം എൻ്റെ ചേട്ടൻ ജി വേണുഗോപാൽ, അങ്ങനെ ആ സെറ്റിന് മുഴുവനും ഒക്കെ പുറത്ത് പോകേണ്ടി വന്നു. അങ്ങനെ എന്നെ കറസ്പോണ്ടൻ്റായിട്ട് അയക്കുകയായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും ഈ പുറത്ത് പോയതിൽ എനിക്കൊരു നേട്ടം ഉണ്ടായി. ഒന്നെന്ന് പറയണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മദ്രാസ്, ബോംബെ അങ്ങനെ ചുറ്റിയത്. രണ്ടാമത് ഇത് ഞാൻ റിപ്പോർട്ടറായിട്ട് കോഴിക്കോട്, ആലപ്പുഴ, എറണാകുളമൊക്കെ അയച്ചത്. അപ്പം അവിടെ ചെന്നാൽ വലിയ പണിയൊന്നുമില്ല, നമ്മൾ അയക്കണ റിപ്പോർട്ടൊന്നും അധികം ഉപയോഗിക്കില്ല. അപ്പം പ്രത്യേകം മാനേജൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സെറ്റ് ഇങ്ങനെ വന്നു. അങ്ങനെ തള്ളി. ആ ഘട്ടത്തിലാണ് എനിക്ക് ഒരുപാട് ആലപ്പുഴ വന്നപ്പോൾ ഒരുപാട് ഫ്രീ ടൈം കിട്ടി. അങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയം കുറേ മനസ്സിലുണ്ട് ചേട്ടൻ്റെ ഇതിൽ. അങ്ങനെ ഈ കെ വി പത്രോസ് എന്ന് പറഞ്ഞിട്ട് അന്ന് വയലാർ പുന്നപ്രയുടെ അന്ന് ഓസ്ട്രേലിയൻ ടീമൊക്കെ വന്നിട്ട് അന്ന് മൈക്ക് ഇതൊന്നും ഇല്ലാത്ത ലൗഡ് സ്പീക്കർ മൈക്കില്ല. അന്ന് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ അദ്ദേഹം 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ആ മനുഷ്യൻ്റെ ഭയങ്കരമായ ധീരകഥയും കെട്ടുകഥയും ഒക്കെ കേട്ട് ഞാൻ പിന്നെ അതിനു മുമ്പ് ഞാൻ മണിസ്വാമിയുടെ എഴുതി, KCS മണി, സി പി ഐ കിട്ടി. അത് ഞാൻ ഈ കേരളമതിയിൽ തന്നെ ഇങ്ങനെ ഓട്ടിച്ച് കറസ്പോണ്ട് ആക്കിയത് കൊണ്ടുള്ള ഇപ്പോൾ എനിക്കോ ഇല്ലെങ്കിൽ സമൂഹത്തിന് ചെറുതായിട്ടെങ്കിലും ഉണ്ടായ പ്രയോജനം. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കേരളമതിയിൽ ഇങ്ങനെ കൂടെ ലെറ്റേഴ്സ് വരും. KCS മണിയല്ല, ഉത്രാടം തിരുനാളിൻ്റെ ഇതിൽ വെട്ടിയതാണ്, മിലിറ്ററിയാണ്, കോട്ടയത്തെ അച്ഛയന്മാരാണ്. കോട്ടയത്ത് നിന്ന് മാപ്പിളെ CP ഒരുപാട് ഉപദ്രവിച്ചല്ലേ, മനോരമ നിരോധിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അവരാണ്. ഇങ്ങനെ ഒരുപാട് കെട്ടുകഥയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം സ്വാമിയാണെന്നുള്ള, എല്ലാവർക്കും അറിയാം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൊക്കെ. അപ്പോൾ സ്വാമി എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെ സ്വാമിയെ ചെന്നിട്ട് ഞാൻ ഈ സ്വാമിയുടെ ബുക്ക് എഴുതുക. അപ്പോൾ അവരുടെ സഹോദരി അവിടെ ഒരു സർവോദയമായിട്ടൊക്കെ പിന്നെ മദ്രാസ് ചെയ്യണം, അവരുടെ ഇൻഫ്ലുവൻസിൽ അവരിത് തുടക്കി വെച്ചിട്ട് ഞാൻ ആ ബുക്ക് എഴുതുക. അതിലെനിക്ക് ഒരു അല്പം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അതിനുശേഷം മണിസ്വാമി അല്ല CPI വെട്ടിയെന്ന് പറഞ്ഞ ഒരു കത്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ കോൺട്രവേഴ്സി ഇവിടെ ഏതാണ്ട് അവസാനിച്ച മട്ടില്ല. അങ്ങനെ CPI ഒന്നും വെട്ടി ആർക്കൊന്നും നോക്കില്ല, ഒരു സ്വാമിക്ക് വെട്ടാൻ പോകും. ഒരു മണി അറിയാവുന്നവർക്ക് അത് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരുപാട് കാലം ഞാൻ അവിടെ ചെന്നിരുന്ന് എന്നെ ഓട്ടിച്ച് പിന്നെ ആ പീരീഡിൽ ഇത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ആ രണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ഭയങ്കരമായ 2 ക്യാരക്ടേഴ്സാണ്. അവർ രണ്ടുപേരും അജ്ഞാതരായിട്ട് പോവാതെ ചെറുക്കാനായിട്ട് ഒരു ചെറിയ തടയിടാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. രണ്ടുപേരും അവിടെ ഉണ്ട്. ഒന്ന് കെ വി പത്രോസ്, വയലാർ സമരത്തിൻ്റെ ഏറ്റവും ഭീകരനായ മനുഷ്യൻ. അയാൾ അങ്ങേരുടെ വഴിയൊന്നും നമുക്ക് ഫോളോ ചെയ്യണമില്ല. നല്ല ഷർട്ട് അങ്ങനെ ഇഷ്ടമില്ല, പിന്നെ പണക്കാരെ ഇഷ്ടമില്ല, നമ്മൾ ആ സൈഡല്ല. അദ്ദേഹം ഒന്ന് ഓർഗനൈസ് ചെയ്ത ആ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥ. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ മകളെ വീട്ടിൽ പോവുകയും, അത് ഒറ്റപ്പെട്ട ആശ്രമം മൈതാനത്തിൻ്റെ അവിടെയൊക്കെയാണ്, അവിടെയൊക്കെ ആ സമയത്തൊക്കെ പോവുക, തല്ലല്ല കൊലയാണ് ഉണ്ടാകും. അങ്ങനെയൊക്കെ എനിക്ക് എന്നെ വളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പോക്കിനെ പറ്റിയുള്ള ദുരുദ്ദേശം ഇതാണ്. ഞാൻ വേഗം പിന്നെ തല്ലിക്കളയിൽ ഞാൻ ഇതിനാണ് വന്നത്. അപ്പോൾ പത്രോസ് എന്നൊരു വാക്കൊക്കെ ഒരു മാജിക്കൽ ഇത് കിട്ടുന്നതാണ്. പത്രോസ് എന്ന വാക്ക് പറഞ്ഞപ്പോൾ അവർ നിൽക്കുക. ഞാൻ പറഞ്ഞാൽ അത് എഴുതാൻ വന്നതാണ്, അവർ അങ്ങ് മാറിത്തരിക. ഇങ്ങനെ അത് എഴുതാൻ എനിക്ക് ഒരുപാട് ത്യാഗമൊക്കെ സഹിക്കേണ്ടി വന്നു. ആ 2 പുസ്തകവും സമൂഹത്തിൽ ഏറെ ചെലുത്തിയിട്ടുണ്ട്. സ്വാധീനമുണ്ട്. എനിക്ക് മാപ്പിള പിന്നെ കെ മാത്യു എനിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ എഴുതി ഒരു കത്തയച്ചു തന്നു. എന്ന് പറഞ്ഞാൽ ഈ മറക്കപ്പെട്ട 2 പേരെ നിങ്ങൾ പിന്നെ ഇത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരു പേഴ്സണലായിട്ട് ഒരു കത്തയച്ചു. അങ്ങനെ പിന്നെ ഒരുപാട് കത്തുകൾ വന്നിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 പേരും സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയ പിന്നെ അവരുടെ ആ റോളും പിന്നെ പങ്കെന്ന് പറയുന്നത് ഭയങ്കരമാണ്. വേറെ വല്ല രാജ്യത്തിൽ രാഷ് ബിഹാരിയോ പിന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെയോ അപ്പം അതുപോലെ ഇത് ചെയ്യേണ്ടവരില്ലേ, ആ കാലഘട്ടവുമാണ്. ആ കാലഘട്ടത്തിൽ ഇത് ചെയ്ത് അവർ വിസ്മരിക്കപ്പെട്ടതിലൊരു ചെറിയ ഇതിടാൻ പറ്റിയെന്നുള്ളതാണ്. 2 പേരും വിസ്മരിക്കപ്പെട്ടാണ്. അതുപോലെ തന്നെ പുൽപ്പള്ളി സംഭവമായിട്ട് ബന്ധപ്പെട്ട് നക്സലൈറ്റ് അജിതയുമായി ഉള്ള ഇൻ്റർവ്യൂ, അതിൽ എനിക്ക് അതിൻ്റെ ഒരു മാനസികമായിട്ട് ഞാനെന്നും ഒരു ഡൗൺ ട്രോഡൻ്റെയും പിന്നെ തകർച്ചയിൽ നേരിട്ടവൻ്റെയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടത് അതിന് മാനസികമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വിയറ്റ്കോങ് ഈ യുദ്ധം വന്നാൽ നമ്മൾ PTI റോയിട്ടർ റിപ്പോർട്ടിലൊക്കെ ആദ്യം അമേരിക്കയുടെ നേട്ടങ്ങളാണ് അടിച്ചു വരുന്നത്. അപ്പം ഞങ്ങൾ അറിയാതെ തന്നെ വിയറ്റ്കോങ്ങിന് എവിടെയെങ്കിലും അവർ ജയിച്ചെങ്കിൽ അതെടുത്ത് ഉയരെ ലീഡ് കൊടുക്കും. അതങ്ങനെ മാനസിക ഇതാണ്. അതുപോലെയാണ് ഈ നക്സലൈറ്റ് ഇത് വന്നത്. അന്ന് ജയേന്ദ്രൻ എന്ന് പറഞ്ഞ അറിയാമല്ലോ, S. ജയേന്ദ്രൻ നായർ. അപ്പോൾ അദ്ദേഹമാണ് മാഗസിൻ്റെ ചാർജ് കേരളം അത് വയ്ക്കുന്നത്.
അപ്പോൾ അവൻ പിന്നെ ഈ നക്സൽബാരി ബംഗാളിൽ തുടങ്ങിയപ്പോൾ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൽ അപ്പോൾ പത്രാധിപതിനൊന്നും ഞങ്ങളൊന്നും പറയാറില്ല. ഈ നക്സലിസത്തിന് ഇത് ചെയ്ത് അവൻ എഴുതുമായിരുന്നു. ആ സമയം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഇത് വന്ന് അജിതയും ഇതുമായിട്ട് പുൽപ്പള്ളിയിൽ ഇത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വന്നാലും ഓട്ടിക്കണ തന്നെയാണ്. അപ്പോൾ ഒരു മാസം ഞാൻ ഇതിൻ്റെ പിറക്കാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ഈ പുൽപ്പള്ളി അപ്പോൾ എനിക്ക് ഞാൻ പറയാം ടിൽറ്റ് വേർഡ്സ് അജിത എന്നുള്ളത് സത്യമാണ്. എൻ്റെ മനസ്സെന്ന് പറയണത് അവരുടെ കൂടെയാണ്. അപ്പം ബാക്കി എല്ലാ പത്രങ്ങളും ഇൻക്ലൂഡിങ് ദേശീയമാനി ഈ നക്സൽ